നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. രസകരമായ എന്നാൽ വളരെ നമ്മളെ നോവിക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. പറയണോ വേണ്ടേ എന്ന് ഒരുപാട് നേരം ആലോചിച്ചതുമാണ്. എൻ്റെ പ്രിയപ്പെട്ട കലൂർ ഡെന്നീസ് എന്ന തിരക്കഥാകൃത്ത് കലൂരാൻ എന്ന സ്നേഹത്തോടെ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കലൂരാൻ എന്നാണ് ഞാൻ പറയാറ്. ഡെന്നിച്ചായനെ വിളിക്കുമ്പോൾ ഡെന്നിച്ചായ എന്ന് വിളിക്കും. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. അത് പിണങ്ങിയിട്ടൊന്നുമല്ല. പുള്ളി കൂടെ ഗാന്ധിജിയും ബുദ്ധനും ഒക്കെ ആവും. വിശാല ഹൃദയനായിട്ട് സംസാരിക്കും. എടാ എന്തിനടാ നീ അവനെപ്പറ്റി നിൻ്റെ ചാനലിൽ പറഞ്ഞേ? അങ്ങനെ പറയണ്ടടാ. ഫിഫ്ക നമ്മുടെ സംഘടനയല്ലേടാ, മാറ്റ് നമ്മൾ തുടങ്ങിയതല്ലേടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കും. ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ചാനലിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അതിനാരുടെയും സജഷനൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങി. അതിനുശേഷം എന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കാറില്ല. പക്ഷേ കലൂർ ഡെന്നീസ്, എനിക്ക് അദ്ദേഹം മലയാള സിനിമയിൽ ഒരു പറ്റം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കലൂർ ഡെന്നീസ് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിരുന്നു മലയാള സിനിമയിൽ. സൂപ്പർ താരങ്ങൾക്ക് ഇനി തിരക്കഥ എഴുതണ്ട എന്ന് പറഞ്ഞ് പുള്ളി മാറിയിട്ട് പുള്ളി കൊച്ചു ബജറ്റിൽ ചെറിയ താരങ്ങളെ വെച്ച് സിനിമ എടുത്തിരുന്ന ആളാണ്. അതെല്ലാം സൂപ്പർ ഹിറ്റുകളുമായി. മിമിക്സ് പരേഡും ഗജകേസരി യോഗവും പോലുള്ള പണം വാരി പടങ്ങളുടെ തിരക്കഥ കൊച്ചു ബജറ്റിലെടുത്ത സിനിമകളായിരുന്നു. ഞാൻ അപ്പോൾ പോലും ഡെന്നിച്ചായനെ പോയി കണ്ടിട്ടില്ല. എനിക്കൊരു തിരക്കഥ എഴുതി തരുമോ, ഒരു നിർമ്മാതാവിന് തരുമോ, ഒരു സംവിധായകന് തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാലും എനിക്ക് ഡെന്നിച്ചായനെ ഇഷ്ടമാണ്. എത്ര പിണങ്ങിയാലും എനിക്ക് ആ പിണക്ക് ഒരുപാട് കാലം കൊണ്ടു നടക്കാൻ പറ്റാത്ത ചുരുക്കം പേരിലൊരാളാണ് ഡെന്നിച്ചായൻ. ഞാൻ ഡെന്നിച്ചായനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. നമസ്കാരം. നെടുമുടി വേണുചേട്ടൻ പറയുന്ന ഒരു നല്ല കമൻ്റ് ഉണ്ടായിരുന്നു. മലയാളികൾ സത്യമാഷിന് സിംഹാസനം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരെ പോലെ ഒരു നടന് ഒരു ബെഞ്ച് എടുത്തിട്ട് കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് വേണുചേട്ടൻ പറയാറ്. ബോധപൂർവം മറന്നുപോയതാണ് മലയാളി എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറ്റബോധത്തോടെ ആണ് അദ്ദേഹം അത് സംസാരിച്ചിരുന്നത്. ഒരുപക്ഷേ കലാകൗമുദിയിൽ പത്രപ്രവർത്തനമായി തുടങ്ങിയ ആളായതുകൊണ്ടായിരിക്കാം, ഒരു പത്രക്കാരൻ്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. വളരെ പരമാർത്ഥമല്ലേ അത്. ചെമ്പൻകുഞ്ഞായാലും അരനാഴിക നേരത്തിലെ നായകനായാലും ഏത് പടം എടുത്താലും, കൊട്ടാരക്കര ശ്രീധരൻ നായർ, വേലുത്തമ്പി ദളവയായാലും അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രവും പാളിപ്പോയിട്ടില്ലല്ലോ. അരനാഴിക നേരത്തിലെ കുഞ്ഞേനച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കുഞ്ഞേനച്ചനല്ലേ. പൈസയുടെ ആർത്തി കൊണ്ട് മീൻ വന്ന് നിറഞ്ഞ് വള്ളം നിറച്ച് കൊണ്ടുവരുമ്പോൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറഞ്ഞ ആളിനെ നമ്മൾ മറന്നുപോകും. നമ്മൾ ചെമ്പൻകുഞ്ഞായെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അദ്ദേഹത്തിന് വള്ളം വാങ്ങാൻ പൈസ കൊടുത്ത പരീക്കുട്ടിയെ പരുഷമായി ആട്ടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മനോഹരമായി എത്ര പടങ്ങളിലാണ് അദ്ദേഹം അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള വേണുചേട്ടൻ്റെ ആ നിരീക്ഷണം 100% ചിന്തനീയമാണ് എന്നാണ് എൻ്റെ പക്ഷം. ഒപ്പം ഒരു കൊട്ടാരക്കര മാത്രമല്ല, നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ബോധപൂർവം തഴയപ്പെട്ട മറ്റ് പലരുമുണ്ട് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മലയാള സിനിമയിലെ തിരക്കഥയെപ്പറ്റി സംസാരിച്ചാൽ നമ്മൾ പറയുന്നത് ഒരു MGയാണ്, പിന്നെ പറയും പത്മരാജനെക്കുറിച്ച്, അത് കഴിഞ്ഞാൽ ലോഹിതദാസിനെ കുറിച്ച് സംസാരിക്കും. ഈ 3 പേരെ മലയാള സിനിമയിൽ തിരക്കഥ എഴുതിയിട്ടുള്ളൂ എന്ന് തോന്നും പല നിരീക്ഷകന്മാരുടെയും എഴുത്തുകൾ കാണുമ്പോൾ. അടുത്ത കാലത്ത് ശ്രീനിവാസൻ എഴുതുന്നത് തിരക്കഥയാണോ എന്നൊരു മഹാൻ പുച്ഛിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. കലിക എന്ന് പറഞ്ഞ മോഹനചന്ദ്രൻ്റെ കേരള ശബ്ദത്തിൽ വന്ന കലിക എന്ന് പറഞ്ഞ ഒരു നോവൽ മാത്രമാണ് ബാലചന്ദ്ര മേനോൻ മറ്റുള്ളവരിൽ നിന്ന് കഥ കടം കൊണ്ടത്. ബാക്കി അദ്ദേഹം എഴുതിയ സംവിധാനം ചെയ്ത 50-ലധികം സിനിമകളിലെല്ലാം കഥയും തിരക്കഥയും സംഭാഷണവും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. പക്ഷേ ബാലചന്ദ്ര മേനോൻ എഴുതുന്നത് തിരക്കഥയാണെന്ന് ഇവിടെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടേ ഇല്ല. കടൽപ്പാലം എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ മതി KT മുഹമ്മദ് എന്ന് പറഞ്ഞ നാടകാചാര്യൻ്റെ സിനിമ തിരക്കഥയെപ്പറ്റി ആലോചിക്കാൻ. അച്ഛനും ബാപ്പയും എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ മതി നമ്മൾ SL പുരം സദാനന്ദനെ ഓർക്കാൻ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കിയതിൻ്റെ തിരക്കഥ മാത്രം മതി തോപ്പിൽ ഭാസിയെ ഓർക്കാൻ. പക്ഷേ ഇവരെ ആരെയും നമ്മൾ തിരക്കഥാകാരന്മാരായി കാണാറില്ല. ഇപ്പോൾ T ദാമോദരൻ മാഷ്, ഈ നാട് പോലുള്ള ഒരു സിനിമ, അല്ലെ അദ്വൈതം പോലെ ഒരു സിനിമ പോരെ T ദാമോദരൻ മാഷിനെ ഓർക്കാൻ.
പക്ഷേ ദാമോദരൻ മാഷിന് എവിടെയെങ്കിലും ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ സിനിമാക്കാർ സ്നേഹപൂർവ്വം അങ്കിളെ എന്ന് വിളിക്കുന്ന ജോൺ പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ജോൺ പോൾ, ഞാൻ കരുതുന്നത് മലയാള സിനിമയിൽ ഇത്രയും വ്യത്യസ്തമായ തിരക്കഥകൾ എഴുതിയ ഒരാളേ ഉള്ളൂ, അത് ജോൺ പോളാണ്. അദ്ദേഹം ഭരതന് വേണ്ടി എഴുതുന്ന പോലെയല്ല ഐ.വി. ശശിക്ക് എഴുതുന്നത്. ഓരോ പടങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ഓരോ പടങ്ങളും അദ്ദേഹം അത് സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവ രീതിക്കനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് മനോഹരമായ തിരക്കഥകൾ എഴുതാൻ അറിയാവുന്ന ആളായിരുന്നു അങ്കിൾ. അദ്ദേഹത്തിൻ്റെ സമകാലീനാണ് ഞാൻ നേരത്തെ സ്നേഹപൂർവ്വം ഡെന്നി ചായൻ എന്ന് പറഞ്ഞ കലൂർ ഡെന്നീസ്. കലൂർ ഡെന്നീസിനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും തിരക്കഥാകൃത്തം എന്നുള്ള നിലയ്ക്ക് 100 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഡെന്നി ചായനെ ആരെങ്കിലും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നുമല്ലാത്ത ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ മിമിക്സ് പരേഡ് സിനിമയല്ല മിമിക്രിയാണ് അതിനെ എന്ന് വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ ശത്രുവായ ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മിമിക്സ് പരേഡിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പൈതൃകത്തെക്കുറിച്ചോ കുടുംബസമേതത്തെക്കുറിച്ചോ ഒരു വെളിപ്പാടകലയെക്കുറിച്ചോ ഞാൻ സംസാരിച്ചിട്ടില്ല. ആദ്യമായി തിരക്കഥ എഴുതിയ അനുഭവങ്ങളെ നന്ദി, അതിൽ പോലും സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ തിരക്കഥാകൃത്തായിരുന്നു കലൂർ ഡെന്നീസ്. 104 സിനിമകൾക്കോ മറ്റോ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായ ജേസി സാറിൻ്റെ ഒരു വെളിപ്പാടകലെ എന്ന് പറഞ്ഞ എം ജി സോമനും സുജാതയും വേണുനാഗോളിയും അഭിനയിച്ച മനോഹരമായ സിനിമ ഇപ്പോഴും റീമേക്ക് ചെയ്യാവുന്ന, റീപ്രൊഡ്യൂസ് ചെയ്യാവുന്ന സബ്ജക്റ്റാണ്. ആ സിനിമ മാത്രം മതി കലൂർ ഡെന്നീസ് എന്ന തിരക്കഥാകൃത്തിൻ്റെ മിടുക്കറിയാൻ. ഒരു കുടക്കഴിയിൽ, പൈതൃകം, കുടുംബസമേതം, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ, തൂവൽ സ്പർശം, ജനുവരി ഒരു ഓർമ്മ, എത്രയോ നല്ല സിനിമകൾക്ക് കലൂർ ഡെന്നീസ് തിരക്കഥ എഴുതി. രക്തം, കർത്തവ്യം, സന്ദർഭം, ആരാത്രി, ചക്രയുമ്മ, ഒരു നോക്ക് കാണാൻ, ഭാര്യ, മിമിക്സ് പരേഡ്, ഗജകേസരി യോഗം, മുഹൂർത്തം 11-നും 11:30, ഒന്നാണ് നമ്മൾ, എത്ര സൂപ്പർ ഹിറ്റ്, 100-ഉം 150 ദിവസം ഓടിയ എത്ര സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയ ആളാണ്. തിരക്കഥ എങ്ങനെ എഴുതണമെന്ന് പഠിക്കാൻ, നല്ല തിരക്കഥകൾ വാങ്ങി വായിക്കാൻ നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ അവരോട് പറയുന്നത് എന്തായിരിക്കും? എം ജിയുടെ തിരക്കഥകൾ, തിരഞ്ഞെടുത്ത തിരക്കഥകൾ വാങ്ങി വായിക്കുക കേട്ടോ, അല്ലെങ്കിൽ പത്മരാജൻ്റെ ഏതെന്ന് പറയും, പിന്നെ ലോഹിതദാസിനെയും പറയും. ഞാൻ ആദ്യമായി സംവിധാന സഹായിയായ ഇല്ലിക്കാടും ചെല്ലക്കാറ്റിൻ്റെയും തിരക്കഥാകൃത്ത് കലൂരാനായിരുന്നു. പടം 10 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം മുടങ്ങിപ്പോയി. വലിയ താരങ്ങൾക്കായുള്ള തിരക്കഥ എഴുത്ത് പലതരത്തിൽ പാരകളായപ്പോൾ അത് നിർത്തി ചെറിയ താരങ്ങൾ വച്ച് ചെറിയ ബജറ്റിൽ വലിയ വിജയങ്ങളാവുന്ന സിനിമകൾ ചെയ്യുന്ന ഒരാളായി കുറേ കാലം, ഒരു 10-15 വർഷക്കാലം ഡെന്നി ചായൻ അങ്ങനെ കളം മാറ്റി ചവിട്ടി. വലിയ വിജയങ്ങളായി മാറി ആ സിനിമകളൊക്കെ. മലയാള സിനിമയുടെ സൃഷ്ടി, ശ്രുതി, സംഹാരം നടത്താൻ കഴിയുന്ന ത്രാണിയുള്ള തിരക്കഥാകൃത്തായിരുന്നു അക്കാലത്ത് ഡെന്നി ചായൻ. അവസരങ്ങളില്ലാതെ ഒതുങ്ങിപ്പോയ നിർമ്മാതാക്കൾ, സംവിധായകർ, നടീനടന്മാർ ഇവരെയൊക്കെ വച്ച് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ആളായിരുന്നു. കൊച്ചു ബജറ്റിൽ സിമ്പിൾ ബഷീറിനെയൊക്കെ വലിയ നിർമ്മാതാവാക്കി മാറ്റിയത് ഗജകേസരി യോഗം പോലുള്ള സിനിമയുടെ വിജയമല്ലേ. മാതാ ടൂറിസ്റ്റ് എന്ന കലൂരാൻ്റെ തിരക്കഥാ ഫാക്ടറിക്ക് മുന്നിൽ നിരങ്ങുന്ന സിനിമാക്കാർ ഒരുപാടുണ്ടായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹത്തിൻ്റെ മാതാ ടൂറിസ്റ്റ് ഹോമിൽ ചെല്ലാത്ത ചുരുക്കം പേരേ ഉള്ളൂ. തിരക്കഥ ഫാക്ടറി ആയിരുന്നു എന്ന് പറയുമ്പോൾ, കാരണം ഒരേ സമയം 3 സിനിമയ്ക്കൊക്കെയാണ് അദ്ദേഹം തിരക്കഥ എഴുതുന്നത്. തിരക്കഥ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തരാനുള്ള തിരക്കഥ എടുത്ത് വേറൊരു സംവിധായകന് കൊടുക്കും, ആ സംവിധായകൻ്റെ സിനിമയിലെ തിരക്കഥ എടുത്ത് വേറൊരാളിന് കൊടുക്കും. അങ്ങനെ മാറിപ്പോയിട്ട് പോലും ഉണ്ട്. അത്ര തിരക്കിൽ നിന്ന ആളായിരുന്നു കലൂർ ഡെന്നീസ്. എല്ലാവരെയും, സിനിമാക്കാരെ മുഴുവൻ ഒന്നിച്ച് നിർത്താനുള്ള വലിയ മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം. നനച്ചിരിക്കാതെ അദ്ദേഹം അനാരോഗ്യവാനായി മാറി. ഒരു നാൾ ചികിത്സയ്ക്ക് വിശ്വസിച്ചു പോയ ആശുപത്രി ചികിത്സിച്ച് ചളകൊളമാക്കി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ. അവസാനം അമൃതാനന്ദമയുടെ അമൃത എന്ന് പറയുന്ന ആശുപത്രിയിൽ ചെന്ന് കാൽമുട്ടിന് താഴെ വെച്ച്, വലത് വശത്തെ കാലിൻ്റെ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് ഡെന്നി ചായൻ. കലൂരാൻ വീണു എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം തുടക്കം കുറിച്ച് കൊടുത്ത് കോടീശ്വരന്മാരായ നിർമ്മാതാക്കളിൽ പ്രബലന്മാരും അദ്ദേഹം വളർത്തിയെടുത്ത നടീനടന്മാരോ സംവിധായകരോ ഒന്നും പിന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം പറയില്ല, എനിക്കറിയാം ആരൊക്കെയാണ് കോടികളുണ്ടാക്കിയ നിർമ്മാതാക്കളിൽ കലൂർ ഡെന്നീസിൻ്റെ കാല് മുറിച്ച് കിടപ്പിലായി എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്തവരാരൊക്കെയെന്ന് വെച്ചാൽ എനിക്കറിയാം. കലൂർ ഡെന്നീസ് അതാര് എന്ന് ചോദിക്കുന്ന വിധം മറവി രോഗി
ളായിപ്പോയി മലയാള സിനിമയിലെ പല പ്രബലരും എന്ന് പറയാം. കലൂരാൻ്റെ പ്രതാപകാലത്ത് സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു 1-2 തവണ മാതാ ടൂറിസ്റ്റ് ഹോമിൽ ചെന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 സിനിമയെങ്കിലും എനിക്ക് സംവിധാനം ചെയ്യാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. അതിന് പകരം മിമിക്സ് പരേഡ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയല്ല, മിമിക്രി സ്റ്റേജിൽ ചെയ്യുന്ന പ്രോഗ്രാം ഫിലിമിലാക്കി കാട്ടുന്നു എന്ന് നിരൂപണം എഴുതി വെച്ച് കലൂരാൻ്റെ ശത്രുവായ ആളാണ് ഞാൻ. പിന്നീട് മാറ്റ രൂപീകരിച്ച ശേഷമാണ് ഞങ്ങളുടെ മാനസിക അകൽച്ച മാറിയത്. അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ എനിക്ക് അംഗീകരിക്കാനാവില്ല. എൻ്റെ സ്വഭാവം അദ്ദേഹത്തിനും പൊരുത്തപ്പെടാനാവില്ല. സംസാരിച്ച് തെറ്റും. ഞങ്ങൾ 1 മണിക്കൂർ സംസാരിക്കും. ഫോൺ വിളിക്കുന്ന മിനിമം 1 മണിക്കൂറാണ്. എന്താടോ ഒരു വിശേഷവും നിന്നെപ്പറ്റി അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മിനിമം 1 മണിക്കൂർ സംസാരിക്കും. ഇനി എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറയും. ഈ ഉടക്കുമ്പോൾ നിന്നോട് സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയും. പിരിയും. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം മറന്നിട്ട് പാവം എന്നെ വിളിക്കും. വായിച്ചും ഉറങ്ങിയും സൗഹൃദമുള്ളവരോട് സംസാരിച്ചും ദിവസങ്ങളെ ഒഴിവാക്കുന്ന കലൂരാന് മനസ്സ് തുറന്ന് സംസാരിക്കാവുന്ന ചിലരേ ഉള്ളൂ. വിരലിലുണ്ടാവുന്ന പോലും അത്ര പോലും ഇല്ല. അതിലൊന്ന് ഞാനാകണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് ഇടയ്ക്കിടെ മുറിയുന്നു. അത് എൻ്റെ സ്വഭാവം കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടല്ല. അദ്ദേഹത്തിന് ദേഷ്യമൊന്നും വരില്ല. എനിക്കൊരു സഹായവും ചെയ്തിട്ടില്ലാത്ത, ഞാനൊരു സഹായവും ചോദിക്കാത്ത ഡെന്നിച്ചായനുമായി എനിക്കൊരു ആത്മബന്ധമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കാഞ്ഞത് രസകരമായ ഒരു വിഷയം കാരണമാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ കൊള്ളരുതായ്മകൾ പറഞ്ഞ് എന്തിനാ നീ ശത്രുക്കളുടെ എണ്ണം കൂട്ടുന്നത് എന്നോട് ചോദിക്കും. ലൈറ്റ്സ് ക്യാമറയൊക്കെ നിർത്തി നീ സിനിമയും സീരിയലും അതിലൊക്കെ സജീവമാകണം, നീ ഈ യൂട്യൂബും കൊണ്ട് നടക്കേണ്ട ആളല്ല. വെറുതെ നമ്മുടെ സഹപ്രവർത്തകരുമായി നമ്മുടെ സുഹൃത്തുക്കളുമായി ശത്രുതയിലാകാമെന്നുള്ളതല്ലാതെ. അതെനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ എൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുത്തപ്പോഴാണെന്നാണ് എൻ്റെ പറഞ്ഞത്. നീ സിനിമയോ സീരിയലോ ചെയ്ത് സജീവമാകണം, നീ ഈ യൂട്യൂബും കൊണ്ട് നടക്കരുത് എന്നെന്നെ ഉപദേശിച്ചു. അവന്മാർ എന്ത് പണ്ടാരമോ ചെയ്യട്ടെ, നീ അത് പറഞ്ഞ് ശത്രു ആകണ്ട എന്നാണ് പാവം എന്നോട് പറഞ്ഞത്. മാക്ട ഉണ്ടാക്കിയതിൽ കലൂർ ഡെന്നിസിനുള്ള നിർണായകമായ പങ്കിനെക്കുറിച്ച് സിബി മലയിലടക്കം ചർച്ച ചെയ്ത് എഴുതി വച്ചിരുന്നതിനെ വേറൊരുത്തം വന്ന് വെട്ടിക്കളഞ്ഞാൽ അതറിഞ്ഞ നീ എന്തിന് അതിനെതിരെ പ്രതികരിക്കുന്നുവെന്നാണ് കലൂരാൻ്റെ ചോദ്യം. മാക്ട ഉണ്ടാക്കിയപ്പോൾ അതിലെത്താത്തവന്മാർ പൂർവ്വസൂരികൾ ഉണ്ടാക്കിയിട്ട് ഫിക്സ്ഡായി ഇട്ടിരുന്ന കാശ് വാരിയെടുത്ത് മാക്ടയുടെ 30 വർഷം ആഘോഷിച്ച് പുട്ടടിക്കുമ്പോൾ കൊച്ചിയിൽ ജീവിച്ചിരിക്കുന്ന കലൂരാനെ ആലോചനാ യോഗത്തിന് പോലും ക്ഷണിക്കാതെ മാറ്റി നിർത്തി. അത് കേട്ടാൽ ഞാൻ പ്രതികരിക്കും. ഇത് ചോദ്യം ചെയ്യണമെന്ന് ഞാൻ ശഠിച്ചാൽ നിനക്കതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിക്കുന്ന മനുഷ്യനാണ് കലൂരാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അശനിപാതം പോലെയാണ് പ്രമേഹം വന്നു ഭവിച്ചത്. അതിൻ്റെ തീവ്രതയിൽ വലതുകാലം മുറിച്ചു മാറ്റിയ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ മാനസികമായ വ്യാപാരങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ ശ്രമിക്കുന്നത്. മദ്യത്തിനോ പുകവലിക്കോ ഒന്നിനും വശംവദനാകാത്ത കലൂരാൻ ഡയബറ്റീസിൻ്റെ കടുത്ത പിടിയിലമർന്നു. 10-25 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഡെന്നിച്ചായനെ കാണാൻ പോയ രംഗം ഒട്ടും അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല. അന്ന് ഞങ്ങളെന്തോ പിണക്കത്തിലായിരുന്നു. ഞാൻ അമൃതയിൽ ചെന്ന് ഡെന്നിച്ചായനെ കാണാൻ ചെന്നപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിസ്സംഗനായി ഡെന്നിച്ചായൻ ചിരിച്ച മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു. എറണാകുളത്തെ ഒരു വിവരദോഷിയുടെ ആശുപത്രിയിലായിരുന്നു കലൂരാൻ എന്തെങ്കിലും അസുഖം വന്നാൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം പരിചയമുള്ളൊരു ഡോക്ടറുണ്ടല്ലോ, ഒരു സുഹൃത്തുണ്ടല്ലോ, അതൊരു ബലമാണല്ലോ, ഒരു ആശ്വാസമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വിവരം കെട്ട ആശുപത്രിയിൽ. ഇദ്ദേഹം മാത്രമല്ല, എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാറിന് 2 പേരെയും നശിപ്പിച്ചത് ഈ ആശുപത്രിയാണ്. സത്യത്തിൽ ആ ആശുപത്രിയൊക്കെ പൂട്ടിയേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഒരു കേസിന് പോവുകയോ ഒന്നും ചെയ്തില്ല. 1 കോടി രൂപയ്ക്കൊക്കെ കലൂരാൻ ഈസിയായിട്ട് കേസിന് പോകാമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ഡെന്നിച്ചായനായാലും ഭാര്യയ്ക്കായാലും 2 മക്കൾക്കായാലും എന്തെങ്കിലും അസുഖം വന്നാൽ നേരെ ഓടിപ്പോകുന്ന ഒരു തല്ലിപ്പൊളി ആശുപത്രിയുണ്ട്. ഇവിടെ കിടന്നാണ് കലൂരാൻ ആശാനെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ജെ.സി. സാർ നിത്യരോഗിയായതും അവിടെ കിടന്ന് തന്നെ മരിച്ചതുപോലും. അതെന്തുകൊണ്ടോ കലൂർ ഡെന്നിസ് ചിന്തിക്കാതെ അവിടെ കയറി കിടന്നു ഒരു നാൾ. അദ്ദേഹം അത് ചിന്തിക്കണമായിരുന്നു. കലൂരാൻ മറക്കാനിടയില്ലാത്ത ഒരു ദിവസമായിരിക്കും
2006 ജൂൺ 19. 2006 ജൂൺ 19. അപ്പോൾ 19 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മോശമല്ലാത്ത ഷുഗറും കൊളസ്ട്രോളും കൂട്ടിനുള്ളതിനാൽ അവയെ നേരിടാൻ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എന്നും രാവിലെ ഡെനിച്ചായൻ നടക്കാൻ പോകും. സമയമുണ്ടെങ്കിൽ വൈകുന്നേരവും പോവും. അവിടെ 18 കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ ഗ്യാങ്ങിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ നടത്തം. വ്യവസായികളും വക്കീലന്മാരും ഡോക്ടർമാരും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഈ 18 കമ്പനി. അതിലൊരാളിന് വളരെ പൊക്കം കുറവാണ്, അതുകൊണ്ടാണ് 18 എന്ന് പറയുന്നത്. മൊത്തത്തിൽ 19 പേരാണ്. ഇങ്ങനെ നടന്ന ശേഷം വീട്ടിലെത്തുമ്പോൾ ഒരു ദിവസം വലത്തേക്കാലിൻ്റെ അടിവശത്ത് പതിവില്ലാത്ത ഒരു നൊമ്പരം പോലെ. ഈ പ്രോഗ്രാം കാണുന്ന ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും കൂടി ഈ നമ്മളിന്ന് പറയുന്ന സ്റ്റോറിയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരം അദ്ദേഹം ഭാര്യ സീനയോട് പറഞ്ഞു. അവർ കൊട്ടൻ ചുക്കാതി തൈലമെടുത്ത് കാലിൻ്റെ അടിയിൽ പുരട്ടി കൊടുത്തു. കലൂരാൻ പതിവ് കറക്കത്തിനിറങ്ങി. മടക്കം ഊണ് കഴിക്കാനുള്ള സമയത്ത് മടങ്ങി. ഉച്ചയൂണ് കഴിഞ്ഞു. പതിവായുള്ള മയക്കത്തിലേക്ക് പോയി. എന്നിട്ട് എഴുന്നേറ്റപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല, പതിവില്ലാത്ത ഒരു ക്ഷീണം, ഒരു ഉന്മേഷക്കുറവ്, മൊത്തം ഒരു തളർച്ച പോലെ. അന്ന് വൈകുന്നേരത്തെ നടത്ത ഭാര്യയും സഹോദരിയും പറഞ്ഞതിനാൽ കലൂരാൻ ക്യാൻസൽ ചെയ്തു. കാലിന് വയ്യെങ്കിൽ ഇന്നത്തെ നടത്തയ്ക്ക് പോകാതിരുന്നുകൂടെ എന്ന ന്യായമായ ചോദ്യമാണ് അവർ ചോദിച്ചത്. കളിക്കാൻ അറിയില്ലേലും ഫുട്ബോൾ കളി കാണുക ടെനിച്ചാൻ്റെ ഒരു വലിയ ആവേശമാണ്. യൂറോപ്യൻ ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. കളി കാണാനിരുന്നാൽ അതിൽ മുഴുകി അത്താഴം പോലും മറക്കുന്ന ആളാണ് കലൂരാൻ. ഇരുന്നും കിടന്നും കളി കാണുന്നതിനിടയിൽ അവിടേക്ക് വന്ന ഭാര്യയോട്, ഇന്ന് രാത്രി എനിക്ക് ചോറും കറിയൊന്നും വേണ്ട, ചപ്പാത്തിയൊന്നും വേണ്ട, ഓട്സ് മതി ഒരു ഗ്ലാസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത്താഴ ഭക്ഷണി കിടക്കണ്ട എന്ന് പറഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയുമായി ഭാര്യ എത്തി. ഭാര്യയെ പിണക്കാതിരിക്കാൻ അല്പം കഞ്ഞി കുടിച്ചെന്ന് വരുത്തി. ഭക്ഷണം കഴിഞ്ഞ് വാതിലൊക്കെ പൂട്ടി ഭാര്യ മേളിലെത്തുമ്പോൾ കലൂരാൻ പാതി മയക്കത്തിൽ കിടന്ന് കളി കാണുകയാണ്. ഉറങ്ങുകയാണെന്നും പറയാൻ ഒക്കില്ല, കളി കാണുകയാണെന്നും പറയാൻ പറ്റില്ല. വൈകിൽ എന്തിനാ കളി കണ്ട് ഉറക്കം വിളിക്കുന്നത്? TV ഓഫാക്കി കിടക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടും ബ്രസീലും അർജൻറ്റീനയും പോരാടുന്നത് നോക്കിക്കിടന്നു ടെനിച്ചായൻ. രാവിലെ പതിവ് ആശുപത്രിയിൽ പോയി ഒരു ചെക്കപ്പ് ചെയ്യാമെന്ന് സീന പറഞ്ഞിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് അന്ന് രാവിലെ ഒരു സിനിമയുടെ പൂജയ്ക്ക് പോകണം. അദ്ദേഹത്തിന് സിനിമയാണല്ലോ മുഖ്യം. എനിക്കൊരു സിനിമയുടെ പൂജയ്ക്ക് പോകണം, ആ പൂജയ്ക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പോയേ പറ്റൂ എന്നായി ഭാര്യ. 2 ദിവസം ഈ തരത്തിൽ നീങ്ങി. 3-ാം നാൾ കാൽ കൂടുതൽ വേദന വച്ചു. കുറഞ്ഞോളും എന്ന് കരുതി കിടന്നു. രാത്രി ഉറങ്ങിയില്ല. അസഹ്യമായ വേദന. മൂത്ത മകൻ കാറിറക്കി ബാനർജി റോഡിലെ ഈ നേരത്തെ പറഞ്ഞ ആ തല്ലിപ്പൊളി ആശുപത്രി ചെന്നു. അപ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ. വേദനയുള്ള ഭാഗമൊക്കെ വിശദമായി പരിശോധിച്ചിട്ട് കാലിൻ്റെ പാദത്തിൽ ഒരു ഞൊണൽ കണ്ടുപിടിച്ചു. ഒരു ഇഞ്ചക്ഷൻ അപ്പം തന്നെ കൊടുത്തു. കുറച്ച് സമയം അവിടെ ഇരുത്തി. വേദന പെട്ടെന്ന് പമ്പ കടന്ന പോലെ ടെനിച്ചായന് തോന്നി. കൈപ്പുണ്യമുള്ള ഡോക്ടറെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. സന്തോഷമായി വീടെത്തി. അന്ന് ഫുട്ബോൾ കളിയില്ല. കലൂരാൻ നേരത്തെ ഉറങ്ങി. അത് കണ്ട സീനയ്ക്ക് സന്തോഷം, സമാധാനമായി. വേദനയൊന്നുമില്ലാതെ ഉറങ്ങുന്നല്ലോ എന്ന് വിചാരിച്ചു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ പഴയതിനേക്കാൾ വേദന വന്നു. ഷുഗർ കൂടിയതിൻ്റെ റിയാക്ഷൻ ആകും എന്ന് കരുതി. വേദന കുറയുകയല്ല, കൂടി വന്നുകൊണ്ടേയിരുന്നു. ഭാര്യയും പെങ്ങളും കാല് പരിശോധിച്ചു. ഞൊണങ്ങ് അല്പം കൂടി വീക്കം വച്ചിരിക്കുന്നു എന്ന് തോന്നി. ഇനി അമാന്തം കാണിക്കണ്ട, ഡോക്ടറെ കാണിക്കണം ഉടനെ എന്നായി ഇരുവരും. ഡ്രൈവർ വീട്ടിലെ എന്തോ ആവശ്യത്തിനായി പോയിരിക്കുന്നു. മൂത്ത മകൻ ഡീനു ആണെങ്കിൽ അന്ന് രാവിലെ ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞു. അയാൾക്ക് ബാംഗ്ലൂരിലാണ് ഇപ്പം ജോലി. ഡ്രൈവർ വരാൻ വേണ്ടി കാത്തിരുന്നു. ഡ്രൈവർ വന്നു, ആശുപത്രിയിലെത്തി. പരിചിതനായ ഡോക്ടറെ കണ്ടു. ആ ദ്രോഹിയാണ്, അയാൾ മരിച്ചുപോയി എങ്കിലും പറയണം, ആ ദ്രോഹിയാണ് ടെനിച്ചായനെ ചതിച്ചത്. അദ്ദേഹം പരിശോധിച്ചു. ഡെന്നീസ് ഈ കറങ്ങി നടക്കലാണ് പ്രശ്നമാവുന്നത്. 2-3 ദിവസം ഇവിടെ കിടന്ന് മരുന്നൊക്കെ കഴിക്കാം, സമയത്തിന് കുത്തിവയ്ക്കാം, നടക്കാതെ റെസ്റ്റ് എടുക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. തൽക്കാലം കിടക്കാനാവാത്ത സ്ഥിതിയാണെന്ന് ടെനിച്ചായൻ പറഞ്ഞു. കാരണം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങളുടെ മാറ്റയുടെ ജനറൽ ബോഡിയാണ്. അപ്പോൾ അദ്ദേഹം രൂപീകരിച്ചാണല്ലോ മാറ്റ.
ഇപ്പോൾ സിറ്റി പോലീസ് എന്ന് പറഞ്ഞ വേണുബി നായർ എന്ന് പറഞ്ഞ നവാഗതൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ ഇന്നലെ എടുത്ത ഒരു സീൻ നന്നായില്ല എന്നുള്ളതുകൊണ്ട് ഇന്നൊന്നുകൂടി റീഷൂട്ട് ചെയ്യണം എന്ന് സുരേഷ് ഗോപി, നായകനായ സുരേഷ് ഗോപിയോട് പറയുകയും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ വാശി പിടിക്കുകയും സംവിധായകൻ വിളിച്ച് തിരക്കഥാകൃത്തായ കല്ലൂർ ഡെന്നിസിനെ അറിയിക്കുകയും അദ്ദേഹം അപ്പോൾ തന്നെ കാറെടുത്ത് ലൊക്കേഷനിലേക്ക് വന്നു. എന്നിട്ട് എന്താ നീ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ നീ ജോഷിയോടാണെങ്കിൽ അങ്ങനെ പറയുമോ, അങ്ങനെ എന്തൊക്കെയോ പറയാനുള്ള ശരിക്ക് ഡെന്നിച്ചാൻ പറഞ്ഞു. ശപിച്ചുകൊണ്ട് പോയി ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ചു. തിരിച്ചു വന്ന് മടങ്ങി വരുന്ന നേരത്ത് പറഞ്ഞു, ഒരു വലിയ തെറി പറഞ്ഞിട്ട് പറഞ്ഞു, ഈ പടം ഗുണം പിടിക്കില്ല. അതിലെ നായകനായിട്ട് അഭിനയിക്കുന്ന ആളാണ് പറയുന്നത്, ഇത് പോക്കാണ്. ഇത് നിർമ്മാതാവ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നിർമ്മാതാവ് കല്ലൂർ ഡെന്നിസിനോട് ഇത് പറഞ്ഞു, ഇപ്പം നമ്മളെ പടം ഓടില്ല എന്നാണ് അയാൾ ആ ദ്രോഹി പറയണത്. അന്നൊരു തീരുമാനം എടുത്തു. നേരെ പോയി സുരേഷ് ഗോപിയോട് നല്ല മലയാളത്തിലെ മുട്ടൻ 4-5 തെറിയും വിളിച്ച് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഡെന്നിച്ചായൻ കാർക്ക് ഇറങ്ങിപ്പോയി. അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഈ നടീനടന്മാരെ കയറൂരി വിടാൻ പാടില്ല, അതിന് തിരക്കഥാകൃത്തുക്കൾക്ക് ഒരു സംഘടന ഉണ്ടാവണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഡെന്നിസ് ജോസഫിനെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ കല്ലൂർ ഡെന്നിസും ഡെന്നിസ് ജോസഫും കൂടി ജോഷി സാറിനെ കണ്ടു. ജോഷി സാർ പറഞ്ഞു, തിരക്കഥാകൃത്തുക്കൾ മാത്രമായിട്ടല്ല നിങ്ങളൊരു യൂണിയൻ ഉണ്ടാക്കേണ്ടത്, സംവിധായകരും കൂടെ കൂട്ടാം. അതിൽ നിന്ന് ചർച്ച ചെയ്തതാണ് മാക്റ്റ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായത്. അപ്പോൾ മാക്റ്റ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസം പോലെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാക്റ്റയുടെ ജനറൽ ബോഡിയാണ്, പല സീരിയസ് മാറ്ററുകളും ചർച്ച ചെയ്യാനുള്ളതാണ്. തിങ്കളാഴ്ച വന്നിട്ട് ഞാൻ അഡ്മിറ്റ് ആകാം എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭാര്യ കയറി, ഓക്കെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മനസ്സോടെ ആശുപത്രി കയറി കിടക്കേണ്ടി വന്നു. ഇതേവരെ ഈ പ്രായം വരെ ആശുപത്രിയിൽ കിടക്കാതെ റെക്കോർഡിട്ടത് പൊളിഞ്ഞു എന്നുള്ളൊരു വിഷമമായിരുന്നു ഡെന്നിച്ചായൻ. അഡ്മിറ്റായി. ഈ ഡോക്ടറുമായുള്ള സൗഹൃദം കാരണം വീട്ടിൽ ആർക്ക് എന്ത് അസുഖം വന്നാലും ഈ തല്ലിപ്പൊളി ആശുപത്രിയിലാണ് വരാറ്. ട്രിപ്പിട്ടു, ആൻറ്റിബയോട്ടിക് കുത്തിക്കയറ്റി, നീരുള്ള കാലിൽ ഓയിൽമെൻറ്റ് പുരട്ടി. ഓയിൽമെൻറ്റ് ഇട്ടപ്പോൾ അവിടെ മാകെ ചുവന്ന് തടിച്ചതുപോലെ ഒരു നിറവ്യത്യാസം. എന്താ സിസ്റ്റർ ഈ നിറവ്യത്യാസം എന്ന് ചോദിച്ചു. ഭാര്യയ്ക്ക് അതറിയണം. ഓയിൽമെൻറ്റ് പുരട്ടിയതിൻ്റെ നിറവ്യത്യാസമാണെന്ന് നേഴ്സ്. രാത്രിയായപ്പോൾ കല്ലൂരാൻ്റെ തളർച്ചയും ക്ഷീണവും കൂടിക്കൂടി വന്നു. അറിയാതെ കണ്ണുകൾ അടഞ്ഞുപോയി. ഉണർന്നപ്പോൾ ഭാര്യ തളർന്നിരിക്കുന്നു സമീപത്ത്. നീ അത്താഴം കഴിച്ചോ എന്ന് ചോദിച്ചു ഉണർന്നപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു, അത്താഴം കഴിക്കാൻ അതിന് നേരം വെളുത്തല്ലേ ഉള്ളൂ. നേരം വെളുത്തോ? ഇപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. കാരണം അദ്ദേഹം നന്നായിട്ട് ഉറങ്ങിപ്പോയി, അറിയാതെ മയങ്ങി ഉറങ്ങിപ്പോയി. ഇല്ല, ഡെന്നി ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല എന്നവർ പറഞ്ഞു. രാവിലെ ഇന്നലെ വന്ന ആ നേഴ്സ് തന്നെ വന്നു. തലേ ദിവസം ചെയ്തതൊക്കെ ചെയ്തു. കാലിലെ വീക്കമുള്ള ഭാഗത്ത് അവർ വെറുതെ ഒന്ന് ഞെക്കി പഴുപ്പ് പൊടിയുന്നു. കാലിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ എപ്പോൾ കൺസൾട്ടിങ്ങിന് വരും എന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഈ വിവരം കേട്ട ഡോക്ടർ ഡെന്നിച്ചായനെ പിടിച്ച് ആശുപത്രി കിടത്തിയിട്ട് അയാൾ ചെന്നൈക്ക് പോയി. ഇനി അയാൾ 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, മറ്റന്നാളെ വരൂ. അപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ മറ്റേതെങ്കിലും ഡോക്ടറെ വിളിച്ച് കാണിക്കുമോ, ഷുഗർ ഉള്ളതാണ് എന്ന് ഭാര്യ വീണ്ടും പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ആൻറ്റിബയോട്ടിക് കയറ്റുകയല്ലേ എന്നായി നേഴ്സ്. അവർ പോയി. അവരിത് എത്ര കണ്ടതാ, ദിവസം കാണുന്നതല്ലേ ഇതുപോലെ 100 കാര്യങ്ങൾ. ഇളയ മകൻ ഡീൻ കയറി വന്നു. ഡീനിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ ബസുക്ക എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ എടുത്ത സംവിധായകൻ. ഡീനുവിനെ കണ്ടപ്പോൾ ബർമുഡ പോലെ അല്പം ഇറക്കമുള്ള ടൗസർ ധരിച്ചിരിക്കുകയായിരുന്നു കല്ലൂരാൻ. അദ്ദേഹം അത് ഊരി കൊടുത്തിട്ട് പറഞ്ഞു, എടാ മോനെ, ഇത് സുരേഷ് ഗോപിയുടെ ടൗസറാണ്, സുരേഷ് ഗോപി എനിക്കിടാൻ തന്നതാണ്, നീ ഇത് വേഗം കൊണ്ടുപോയി സുരേഷിന് കൊടുക്ക്. കണ്ടിന്യൂറ്റിയുള്ള, അതായത് ഏതോ സിനിമയിലെ സീനിലെ കണ്ടിന്യൂറ്റിയുള്ള ഡ്രസ്സാണെന്നാണ് ഡെന്നിച്ചായൻ പറയുന്നത്. അത് കേട്ട് ഡീനു ചിരിച്ചു. പരസ്പര ബന്ധമില്ലാതെ കല്ലൂരാൻ സംസാരിക്കുന്നത് കേട്ട ഭാര്യ സീന കരഞ്ഞു. കാരണം വിചാരിക്കാത്ത കാര്യമൊക്കെയല്ലേ അദ്ദേഹം പറയണത്. സുരേഷ് ഗോപി പടത്തിൽ അഭിനയിച്ചിരുന്ന കണ്ടിന്യൂറ്റി ടൗസർ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം അത് ഇട്ടുകൊണ്ട് കിടന്നു. എന്നിട്ട് ഇത് ഊരി കൊടുത്തിട്ട് പറയണം അവിടെ കൊണ്ട് കിടന്നു. അത് കേട്ടപ്പോൾ അവർ കരഞ്ഞു. കാരണം ആരായാലും ഞെട്ടിപ്പോവും. കാരണം പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത്. അത് കണ്ട കല്ലൂരാന് സംശയം. ഇവൾ കരയാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? രാത്രി മുഴുവൻ സ്വപ്ന ലോകത്തിലായിരുന്നു കല്ലൂരാൻ. മാറ്റ ജനറൽ ബോഡിയാണെന്ന് ഞാനില്ലാത്ത ആദ്യ യോഗം. ആ നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു.
സീന ഉണർന്നു കാണില്ല എന്ന് ധരിച്ച് നോക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് സീന. നീ രാത്രി ഉറങ്ങാതെ ഇരുന്ന് കൊന്ത എത്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഡെന്നിച്ചായൻ. ആ കൊന്തയ്ക്കെങ്കിലും കുറച്ച് വിശ്രമം കൊടുക്കുക എന്ന് പകുതി തമാശയിൽ ഡെന്നിച്ചായൻ പറഞ്ഞു. നേഴ്സ് വന്നു. പതിവ് കലാപരിപാടികൾ നടത്തി. ഞൊണല് പോലുള്ള ഭാഗത്ത് ഞെക്കി. മഞ്ഞ പൊട്ടുപോലെ പഴുപ്പ് പുറത്തേക്ക് വന്നു. അയ്യോ പഴുപ്പ്, ഡോക്ടറെ വിളിക്കൂ എന്നായി ഡെന്നിച്ചായൻ്റെ ഭാര്യ. നമ്മുടെ ഡോക്ടർ നാളെ മടങ്ങിയെത്തും, മാഡം പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഈ പഴുത്താലെന്ത് ഉണങ്ങിയാലെന്ത്, നാളെ നമ്മളെ ഡോക്ടർ വരുമല്ലോ, അപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഷുഗറിൻ്റെ പഴുപ്പ് കയറി തുടങ്ങിയാൽ പെട്ടെന്ന് ശരവേഗത്തിലാണ് അകത്തേക്ക് പഴുപ്പ് ബാധിക്കുന്നത്. മറ്റേതെങ്കിലും ഡോക്ടറെ തപ്പി സീന പോയി. നിരാശയായി മടങ്ങിയെത്തി. നമ്മുടെ പരിചിതൻ ആ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മാത്രമേ ആശുപത്രിയിലുള്ളൂ. ഡെന്നീസിൻ്റെ പേഷ്യൻ്റ് അല്ല, പരിശോധിച്ച ഡോക്ടർ നാളെ എത്തുമല്ലോ, അദ്ദേഹം ഒന്ന് പരിശോധിച്ചോളൂ എന്നാണ് ആ വിവരദോഷി പറഞ്ഞത്. ആലോചിക്ക്, പരിചയമുള്ള കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഹസ്ബൻഡ് ഇവിടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുകയാണ്. പക്ഷേ കാലിൽ ഇങ്ങനെ പഴുപ്പ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേഷ്യൻ്റ് അല്ലല്ലോ, ആ ഡോക്ടർ നാളെ എത്തുമല്ലോ, അദ്ദേഹം നോക്കിക്കോളൂ എന്നാണ് വേറൊരുത്തും പറയുന്നത്. എത്ര ഉത്തരവാദിത്വമില്ലാത്ത ആശുപത്രി എന്ന് ആലോചിച്ചു. മാക്ട ജനറൽ ബോഡി കഴിഞ്ഞ് സിബി മലയിൽ ഡെന്നീസ് ജോസഫ്, കമൽ, ഹരികുമാർ, ജോസ് തോമസ് എന്നിവരെത്തി. അവരോട് എന്തൊക്കെയോ പരിസര ബോധമില്ലാത്ത പോലെ ഓർമ്മക്കെട്ടുകൾ ഡെന്നിച്ചായൻ പറഞ്ഞു. വൈകുന്നേരം ബന്ധുക്കളെത്തി. ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് വന്ന ബന്ധുക്കൾ ഉറപ്പിച്ചു. ഈ കാലിൻ്റെ നിറമൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇവിടെ കിടക്കണ്ട, നമുക്ക് ലൂർദിൽ പോവാം എന്നായി. പിറ്റേന്ന് ലൂർദിലേക്ക് പോകാൻ റെഡിയായി. അതറിഞ്ഞ നേഴ്സ് മറ്റൊരു സീനിയർ നേഴ്സുമായി വന്നു. മെഡിസിൻ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങും മുമ്പ് ധൃതി വയ്ക്കാമോ എന്നായി വന്ന പുതിയ നേഴ്സ്. അവർ യാത്രയെ തടഞ്ഞു വയ്ക്കാനായിട്ടുള്ള പരമാവധി പണിയെടുത്തു. ചെന്നൈക്ക് പോയ മഹാൻ എത്തിയിട്ടുണ്ട്. മറ്റൊരു ഡോക്ടറെ നോക്കിക്കൊള്ളാൻ പറയാതെ അയാൾ പോയതിലെ പരിഭവവും ഡെന്നിച്ചായൻ മറച്ചു വെച്ചില്ല. ഡിസ്ചാർജ് ചെയ്ത് ലൂർദിലെത്തി. കാലിൽ നിന്ന് പഴുപ്പ് പൊട്ടി ഒഴുകി തുടങ്ങി. വിനയനും ഉണ്ണികൃഷ്ണനും ഷാജി കൈലാസും ആൽവിൻ ആൻ്റണിയും എത്തി. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. വന്നവരാരൊക്കെയെന്ന് നോക്കിയേ. വിനയനും ഉണ്ണികൃഷ്ണനും ഷാജി കൈലാസും ആൽവിൻ ആൻ്റണിയും. അന്ന് മാക്ടയിൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലമാണ്. ഞങ്ങൾ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന കാലമാണ്. അവിടെ നിന്നാണല്ലോ വിനയൻ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ശത്രുപക്ഷത്തേക്ക് മാറിയത്. അപ്പോൾ അവരെല്ലാം വന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ നേഴ്സ് വീണ്ടും പറയുന്നു, പരിശോധിച്ച ഡോക്ടർ പരിഹാസത്തോടെ, അയാളെ വിളിച്ചുകൊണ്ടുവന്നു, അയാൾ പരിശോധിച്ച ആ ഡോക്ടർ ഒന്ന് പരിഹാസത്തോടെ പറയുകയാണ്, എന്തിനായി ഇത്രയും ദിവസം വച്ചുകൊണ്ടിരുന്നത്, ആ ആൾ ചത്തിട്ട് തിരിച്ചു കൊണ്ടുപോകാനോ എന്നാണ് ആ ലൂർദിലെ ഡോക്ടർ ചോദിച്ചത്. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുമോ മറ്റേ ഡോക്ടർ പരിശോധിച്ച് കുളമാക്കിയണമെന്ന് പറയാൻ ഒക്കില്ല. ഒരു ഡോക്ടർ വേറൊരു ഡോക്ടറുടെ പരാതി കേൾക്കില്ല. പക്ഷേ ഞങ്ങളുടെ അവിടെ നിങ്ങൾ കൊണ്ടുവന്നത് ഇത് ഡെഡ് ബോഡി ആയിട്ട് കൊണ്ടുപോകാനാണോ എന്നാണ് അയാൾ ഷാർപ്പായിട്ട് ചോദിക്കുന്നത്. അത് കേട്ട സീന തളർന്നു വീണു. കൂടെ ഉണ്ടായിരുന്നവർ താങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെയും അഡ്മിറ്റ് ചെയ്യാമായിരുന്നു. പിറ്റേന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും മൂത്ത മകനെത്തി. ചിറകൊടിഞ്ഞ ജഡായുവിനെ പോലെ ഏകനായി ആരോടും ഒന്നും പറയാതെ ഡെന്നിച്ചായൻ കിടന്നു. നേരം പുലർന്നപ്പോൾ ആശുപത്രിയോട് ചേർന്ന ചാപ്പലിൽ കുർബാന കൊള്ളാനായിട്ട് സീന പോയി. കുർബാന സമയത്ത് പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, ഇന്ന് കാലു മുറിക്കുന്ന തിരക്കഥാകാരൻ കലു ഡെന്നിസിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഓപ്പറേഷൻ എന്നേ പറഞ്ഞുള്ളൂ, കാലു മുറിക്കുന്നു എന്ന് പറഞ്ഞില്ല. ആലോചിക്ക്, ഒരു ചെറിയ ആശുപത്രിയാണ്, അവരും ചതിക്കാനാണ് നോക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അലറിക്കരഞ്ഞുകൊണ്ട് സീന മുറിയിലേക്ക് വന്നു. കാര്യം പറഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ എന്ന് ഡോക്ടർ പറഞ്ഞത് കാൽ മുറിച്ച് മാറ്റുന്നതിനെക്കുറിച്ചാണ് എന്ന് അവിടെയുള്ള എല്ലാവരും ബന്ധുക്കളെല്ലാം അറിയുന്ന അപ്പോഴാണ്. അതൊരു ഓപ്പറേഷൻ എന്നേ പറഞ്ഞുള്ളൂ. കീറി പഴുപ്പെടുത്ത് കളയാനെന്ന് വിചാരിച്ചു. കാല് മുറിക്കാൻ തീരുമാനിച്ചിരിക്കുക ഇവരുടെ പറയാതെ. അങ്ങനെയെങ്കിൽ ആധുനിക ചികിത്സയുള്ള മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അമൃതയിലേക്ക് കൊണ്ടുപോയത്. അമൃതയിലേക്ക് പോകും വഴി നടൻ ജയസൂര്യ ഡെന്നിച്ചായനെ വിളിച്ചു. ഡോക്ടർമാർ പറയുന്നത് കേട്ട് കാലൊന്നും മുറിക്കരുത്. മൂവാറ്റുപുഴയിൽ നല്ലൊരു ആയുർവേദ ഡോക്ടറുണ്ട്. ആശുപത്രിക്കാർ കാല് മുറിക്കണമെന്ന് പറഞ്ഞ പലരും ഈ വൈദ്യരെ കണ്ട കാരണം സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ട്. ജയസൂര്യയുടെ ആ ആശ്വാസവാക്കുകൾ ഡെന്നിച്ചായനിൽ പ്രത്യാശ ഉയർത്തി. പക്ഷേ വൈദ്യരെ കാണാവുന്ന അവസ്ഥയിലല്ല
അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണല്ലോ ഡെന്നിച്ചായൻ. ഉച്ചയ്ക്ക് അമൃതയിലെത്തിച്ചു. മുട്ടോളം കാൽ പഴുത്തു എന്ന് കലൂരാൻ ഉറപ്പിച്ചു. അമൃതയിലെത്തിയപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, കലൂരാന് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ തോന്നി, ഒരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി. സിനിമാക്കാരൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അവിടുത്തെ ഡോക്ടർമാരും അറ്റൻഡർമാരും അടക്കം കലൂരാനെ എന്താ പറയുക, അദ്ദേഹത്തോട് നല്ല കരുതലും പരിചരണവും ഒക്കെ നൽകി കലൂരാന് ആത്മവിശ്വാസം ഉണ്ടാക്കി. പിറ്റേന്ന് ഡ്രസ്സിങ്ങിനായി കെട്ടഴിച്ചപ്പോൾ പാദം മുതൽ മുട്ടുവരെ വ്രണം പത്തി വിടർത്തി ആടുന്ന പോലെ നിൽക്കുന്നു. വിശ്വസിച്ചു പോയ ആദ്യ ആശുപത്രിക്കാരുടെ അശ്രദ്ധയിൽ സംഭവിച്ച ദുരന്തമാണത്. പിറ്റേന്ന് കലൂരാന് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ശ്വാസത്തിനായി ദാഹിക്കുന്ന ഒരവസ്ഥ. ശ്വാസം കിട്ടാതെ മരണവിപ്രാളം കാട്ടി അദ്ദേഹം എന്താ പറയുക, ബെഡിൽ കിടന്ന് കുതറി. ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ലൂസ് മോഷനും യൂറിനും അദ്ദേഹം അറിയാതെ തന്നെ പുറത്തേക്ക് പോയി. ഇത് കണ്ട സീന പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. കലൂരാൻ ഭാര്യയെ പൂണ്ടടങ്ങും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ മരിച്ചു പോകും. അത്രയും ശ്വാസം കിട്ടുന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ശക്തി പോലെ ആത്മധൈര്യം വീണ്ടെടുത്ത് സീന ബെഡും ഡ്രസ്സും ഒക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി. ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ചു വരുത്തി. കഥ തുറന്ന് നേരെ ചെന്ന് ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നു. കലൂരാൻ കിടന്ന കട്ടിലോടെ ICUയിലേക്ക് മാറ്റി. ഓക്സിജൻ മാസ്ക് വെച്ചു. 10-20 മിനിറ്റ് അങ്ങനെ കടന്നുപോയി. സ്വയം ശ്വാസമെടുക്കാം എന്ന ഘട്ടമായി. നേഴ്സുമാർ കലൂരാൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്, സാർ എഴുതിയ ആ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിലഭിനയിച്ച നടീനടന്മാരെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കി. 4 നാൾ അങ്ങനെ കടന്നുപോയി. കാല് പഴുത്ത് കയറി തൊണ്ടക്കുഴി വരെ എത്തിയ അണുക്കൾ ഉള്ളിലേക്ക് കയറുന്നതിനാലാണ് ഈ ഫീലിംഗ് എന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു കൊടുത്തു. തൊണ്ടക്കുഴി വരെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത് പറഞ്ഞു അത് പഴുപ്പ് കയറി പോയിട്ട് അതിൻ്റെ അണുക്കളാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അമൃതയിൽ കിടന്ന രാത്രികളിൽ കലൂരാൻ വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു. നിരവധി അച്ഛന്മാരോടൊപ്പം കറുത്തു തടിച്ച ഒരു കുടവയറുള്ള ഒരു മെത്രാനെ ICUയിലേക്ക് കൊണ്ടുവന്നു. അച്ഛന്മാരോടും നേഴ്സുമാരോടും ഡോക്ടർ സീരിയസ് ആയി സംസാരിക്കുകയാണ്. 5 മണിയോടെ ഈ കിടക്കുന്ന തിരക്കഥാകൃത്ത് മരിക്കും. ആര്? കലൂ ഡെന്നീസ് മരിക്കുമെന്ന്. അപ്പോൾ ആ ബെഡ് മെത്രാൻ്റെ ബൈസ്റ്റാൻഡറായി വന്നിട്ടുള്ള അച്ഛനില്ലേ, അയാൾക്ക് കൊടുക്കാം. ആ സമയത്ത് ഇത് ഇങ്ങനെ അത് ശ്രദ്ധിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അതൊക്കെ പുള്ളിയുടെ ഒരു ഇല്യൂഷനാണ്. ആ സമയത്ത് ജോഷി, സിബിമലയിൽ, കമൽ, ജോൺ പോൾ, B ഉണ്ണികൃഷ്ണൻ, വിനയൻ മുതലായവർ കലൂരാൻ്റെ മുറിയുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു. 5 മണി കഴിഞ്ഞ് പോകാൻ റെഡിയായ നേഴ്സുമാർ അസ്വസ്ഥരായി. 5 മണി കഴിഞ്ഞിട്ട് ഇയാൾ എന്താ മരിക്കാത്തത്, ഇനിയും വൈകിയാൽ ബസ് കിട്ടാൻ വൈകും എന്നൊക്കെ അവർ പറയുന്നു. ഇത് കേട്ടിട്ട് കരച്ചിലടക്കാനായില്ല കലൂരാന്. പിറ്റേന്ന് രാവിലെ പത്രം വന്നപ്പോൾ കലൂരാൻ ആ വാർത്ത കണ്ടു. കലു ഡെന്നീസ് അന്തരിച്ചു. പത്രത്തിൻ്റെ മുൻ പേജിൽ കലൂരാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അടക്കമുണ്ട്. പെട്ടെന്നിങ്ങനെ മരിക്കുന്നതിൽ കലൂരാന് ഒറ്റ പ്രയാസമേ ഉള്ളൂ. തൻ്റെ പ്രിയപ്പെട്ടവനായ ജഗനപ്പച്ചൻ എന്നറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ സാഗാ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന മനുഷ്യന് വേണ്ടി ഒരു തിരക്കഥ എഴുതുന്നുണ്ട്. അത് തീർന്നിട്ടില്ല. ഒരാഴ്ച കൂടി ഇനി വേണം. ജോഷിയാണ് സംവിധായകൻ. തിരക്കഥ തീരാതെ സിനിമ തുടങ്ങാൻ അപ്പച്ചൻ എന്ന കണിശക്കാരൻ ഒരിക്കലും സമ്മതിക്കാറില്ല. വലിയ നഷ്ടം വരാം. അതുകൊണ്ടാണ് തിരക്കഥ പൂർത്തിയാക്കിയിട്ടേ സിനിമ തുടങ്ങും. ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി കൊടുത്തിട്ട് അടുത്ത ആഴ്ചയോടെ വന്നാൽ പോരെയെന്ന് താണ് വീണ് അപേക്ഷിച്ചിട്ടും ദൈവം ഒതുങ്ങുന്നില്ല. കലൂരാൻ ചോദിക്കുകയാണ്, ഒരാഴ്ചയോടെ എക്സ്റ്റെൻഡ് ചെയ്യൂ എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ഈ തിരക്കഥ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ദൈവം സമ്മതിക്കുന്നില്ല. വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി കലു ഡെന്നീസ് കലൂരിലുള്ള ഡോക്ടർ ജോർജ് റോഡിലെ വീടിൻ്റെ മുന്നിൽ എത്തി. അങ്ങനെ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ വലിയ പന്തലിട്ട് മൊബൈൽ മോർച്ചറിയിൽ കലൂരാനെ കിടത്തിയിരിക്കുന്നു. സീനയും സഹോദരിമാരും കരയുന്നു. സഹപ്രവർത്തകർ കാറിൽ വന്നിറങ്ങുന്നു. അവർ കാണാതിരിക്കാൻ വേണ്ടി കലൂരാൻ അടുത്തുള്ള ഒരു മാവിൻ്റെ ചോട്ടിലേക്ക് മറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടി മൃദുവായി മധുരത്തോടെ വിളിച്ചു, സാറേ സാറേ എന്ന് വിളിച്ചു. മാലാഖയെ പോലെ മനോഹരിയായൊരു നേഴ്സായിരുന്നു. രാവിലെയുള്ള ഇഞ്ചക്ഷൻ എടുക്കട്ടെ സാറേ എന്ന് ആ നേഴ്സ് ചോദിച്ചു. എടുത്തോളൂ, സൂചി
കയറാത്ത ഒരിടവും എൻ്റെ ശരീരത്തിലില്ല. ഇപ്പോൾ കഴുത്തിലും കയറ്റി. അവർ ചിരിച്ചു. 1 മാസം കഴിയുമ്പോൾ സാറിന് കലൂർ സ്റ്റേഡിയത്തിൽ ജോഗിങ്ങിന് പോകാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നായി നേഴ്സ്. അപ്പോൾ അതുവരെ കണ്ട സ്വപ്നമായിരുന്നു അദ്ദേഹം മരിച്ചത് സ്വയം സ്വപ്നം കണ്ട ആളാണ്. ഐസിയുവിൽ നിന്ന് 2 നാൾ കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് മാറാം എന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ്. ദിവസങ്ങൾ മാറി മാറി പോകുന്നതല്ലാതെ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നില്ല. രാത്രി ഉറക്കത്തിൽ കലൂരാൻ ഞെട്ടി ഉണരും. നേഴ്സ് ഓടി വന്ന് എന്താ സാർ എന്ന് ചോദിച്ചു. എനിക്ക് ഉടനെ ഭാര്യയെ കാണണം എന്ന് പറഞ്ഞു. ഇപ്പോഴോ സാർ? രാത്രി ഇപ്പോൾ 2 മണി കഴിഞ്ഞു. നേരം വെളുക്കട്ടെ സാറേ, എന്നിട്ട് കാണാം. അത് പറ്റില്ല, എനിക്കവളെ ഉടനെ കാണണമെന്ന് കലൂരാൻ പറഞ്ഞു. നേഴ്സ് സീനയെ വിളിച്ചു. വേഗം ഐസിയുയിലേക്ക് വരാൻ പറഞ്ഞു. പാതിരാത്രിയാണ്, 2 മണിക്ക്. മുറിയിൽ സീനയുടെ 2 സഹോദരിമാരും 2 അനുജത്തിമാരും ഒരാളിൻ്റെ ഭർത്താവും കൂടെ കൂട്ടാറ്റ് അവിടെ ഉണ്ട്, ആ റൂമിലുണ്ട്. പക്ഷേ അവരാരെയും വിളിച്ചുണർത്താതെ പതുക്കെ സീന റൂമിന് പുറത്തിറങ്ങി. പുറത്താരുമില്ല, നിശബ്ദമായി കിടക്കണം. രാത്രി 2 മണിയായിട്ട് ആരും കാണില്ലല്ലോ. 1-ാം നിലയിലാണ് ICU എന്നറിയാം. എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ട വഴി എന്ന് സീനയ്ക്കറിയില്ല. ലിഫ്റ്റിനടുത്ത് പകച്ചു നിൽക്കുമ്പോൾ ആരോ വരുന്നതിൻ്റെ ഒരു നിഴൽവട്ടം ദൂരിൽ നിന്ന് ആരോ നടന്നു വരുന്നു. കാവി വസ്ത്രം ധരിച്ച വയോവൃദ്ധനായ ഒരു സന്യാസി പതുക്കെ നടന്ന് സീനയുടെ അടുത്തെത്തി. എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് എന്ന് അവർ വളരെ സൗമ്യ ഭാഷയിൽ ചോദിച്ചു. എനിക്ക് 1-ാം നിലയിലെ ICUവിൽ പോകണം. എൻ്റെ ഭർത്താവ് അവിടെ കിടക്കുകയാണ്. 1-ാം നില വരെ ആ സന്യാസി കൂടെ പോയി. ദാ അതാണ് ICU എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കേട്ടപാടെ സീന ICUവിലേക്ക് നടന്നു. തന്നെ ഈ പാതിരാത്രി ഇവിടെ കൊണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് സീനയ്ക്ക് തോന്നി. സീന തിരിഞ്ഞു നോക്കുമ്പം അവിടെ ആരുമില്ല. വേറൊരു മുറിയിൽ കയറാനുള്ള സ്ഥലവുമില്ല അവിടെ. ആ വന്നയാൾ എങ്ങോട്ട് പോയെന്ന് സീനയ്ക്ക് മനസ്സിലാവുന്നില്ല. അകത്ത് ചെല്ലുമ്പോൾ ശാന്തനായി കിടക്കുകയാണ് കലൂരൻ. എന്നെ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് ഈ പാതിരാത്രി എന്ന് ചോദിച്ചു. ഞാൻ വല്ലാത്തൊരു ദുസ്വപ്നം കണ്ടു. അത് കേട്ട് നേഴ്സ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി. ഡെന്നി എന്ത് സ്വപ്നമാണ് കണ്ടത്? ജീവൻ്റെ കാലാവധി പൂർത്തീകരിക്കും മുമ്പ് എന്നെ കൊണ്ടുപോകാൻ മരണമെത്തിയപ്പോൾ ആ നിമിഷം നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നി. മരിച്ച് മറ്റേ കക്ഷികൾ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇപ്പോൾ ക്രിസ്ത്യനിൽ കാലിന് വരെ ആരാണെന്ന് ചെകുത്താനാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് നിന്നെ കാണണമെന്ന് തോന്നി എന്നാണ് ഡെന്നിച്ചായൻ പറയുന്നത്. ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് തന്നെ ഡെന്നിച്ചായൻ പോയി. ശ്വാസം മുട്ടൽ, ഓർമ്മക്കുറവ്, വിഭ്രാന്തികൾ കാണിക്കൽ ഒക്കെ വീണ്ടും തുടങ്ങി. ഡോക്ടർ നിസ്സഹായനായി. ഡെന്നീസിൻ്റെ അവസ്ഥ അല്പം ക്രിട്ടിക്കലാണ്, വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിച്ചുകൊള്ളൂ, അതാ നല്ലത് എന്ന് മകനോട് പറഞ്ഞു. ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർക്കും തോന്നി. വിവരമറിഞ്ഞ കൊച്ചിൻ ഹനീഫ, ക്യാപ്റ്റൻ രാജു, ലാലു അലക്സ്, ജോഷി, ഹരികുമാർ, ഉണ്ണികൃഷ്ണൻ, കലാശാല ബാബു, ടോണി, ജോസ് തോമസ്, അപ്പച്ചൻ, RK ദാമോദരൻ, AR മുകേഷ്, വിനയൻ മുതലായ സഹപ്രവർത്തകർ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും അവർ ആശുപത്രിയിലെത്തി. മാധ്യമങ്ങൾ കലൂരാൻ്റെ ബയോഡാറ്റ തപ്പി. കാരണം നേരത്തെ വാർത്തയൊക്കെ അടിച്ചു വയ്ക്കണമല്ലോ, കലൂരാൻ അന്തരിച്ചു എന്നുള്ള അടിച്ചു വയ്ക്കണമല്ലോ. അതിന് ഷാജി പട്ടിക്കര എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് ഈ കലൂരാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്, അയാളുടെ ആദ്യത്തെ സിനിമ എന്താണ്, എത്ര മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. എന്തെന്ന് ചോദിച്ചപ്പോൾ പറയണേ, അല്ല പുള്ളി ഇന്നോ നാളെ പോകുമല്ലോ, അപ്പോൾ അതിൻ്റെ വാർത്ത ശേഖരിക്കുകയാണെന്ന് പറഞ്ഞു. ഡെന്നിച്ചായന് അസുഖമൊക്കെ ഭേദമായ ശേഷം ഷാജി പട്ടിക്കര തന്നെ ഈ കഥ ഡെന്നിച്ചായന് പറഞ്ഞു കൊടുത്തു. കുറേ കാലം അപായം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ കാല് മുട്ടിന് താഴെ വെച്ച് മുറിക്കണമെന്ന് ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം വന്നു. എങ്കിൽ കുറേ കാലം സുഖമായിട്ട് ജീവിക്കാം എന്നവർ പറഞ്ഞു. സമ്മതപത്രത്തിൽ സീന ഒപ്പിട്ട് കൊടുത്തു. ഒറ്റ കണ്ടീഷൻ. സീന പറഞ്ഞു, കാല് മുറിക്കുന്ന കാര്യം ഡെന്നി അറിയരുത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങളുടെ കാല് മുറിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് വരാൻ പെട്ടെന്ന് ഷോക്കാവാമല്ലോ. നമ്മളെ ജീവിതത്തിൽ കൂടെ കൊണ്ടുകിടന്ന ഒരു കാലിനെ മുറിക്കുക എന്നൊക്കെ പറഞ്ഞാലേ. അതുകൊണ്ട് ഒരു കാരണവശാലും ഡെന്നി അറിയരുത് എന്ന് ഡോക്ടറോട് സീന പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. ICUവിലേക്ക് സീനയെയും ഇളയ മകനെയും കടത്തിവിട്ടു. അവർ കയറി ചെന്നു. കാലില്ലാതെ ഡെന്നിച്ചായൻ കിടക്കുകയാണ്. അതൊന്നും ഇവരെ മുഖത്ത് കാണിക്കുന്നില്ല. 3 പേരും ഒന്നും മിണ്ടുന്നില്ല കുറേ നേരത്തേക്ക്.
അവസാനം നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കലൂരാൻ അല്ലെങ്കിൽ ഡെന്നിച്ചായൻ സീനയോട് ശാന്തമായി ചോദിച്ചു, എൻ്റെ കാല് മുറിച്ചു അല്ലേ? എന്തുത്തരം പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കാല് മുറിച്ചു അല്ലേ? നന്ദി, നമസ്കാരം.